الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له اللهم لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك اللهم لا نحصي ثناء عليك أنت كما أثنيت على نفسك ولك الحمد حتى ترضى وصلى الله وسلم على سيدنا محمد وعلى آله وأصحابه ومن اهتدى بهديه وجاهد في سبيله إلى يوم الدين أيها الناس أوصيكم عباد الله بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ادعوا ربكم تضرعا وخفية إنه لا يحب المعتدين ولا تفسدوا في الأرض بعد إصلاحها وادعوه خوفا وطمعا إن رحمة الله قريب من المحسنين صدق الله العلي العظيم ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ടും ഭയന്നുകൊണ്ടും അവന്റെ വിധിവിലക്കുകൾ പാലിച്ചുകൊണ്ടും ജീവിക്കണമെന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. പരിശുദ്ധ റമദാൻ മാസം അതിന്റെ അവസാനത്തെ 10ലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. വളരെ വേഗത്തിൽ ഓരോ ദിനരാത്രങ്ങളും കൊഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് കനിഞ്ഞരുളിയ അവന്റെ ഔദാര്യം ഓരോ ദിവസം കഴിയും തോറും നമ്മിൽ നിന്ന് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ അവശേഷിക്കുന്ന സമയം അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പരമാവധി എങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നതായിരിക്കണം ഓരോ സത്യവിശ്വാസിയുടെയും വിചാരം. റസൂൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക അതാണ്. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് എല്ലാ കാര്യങ്ങളിലും നമ്മുടെ മാതൃക. ലഖദ് കാന ലക്കും ഫി റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ റസൂലിൽ ഏറ്റവും നല്ല മാതൃകയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ആ തിരുമേനിയുടെ മാതൃക പിൻപറ്റി ജീവിക്കാൻ ആഹ്വാനം നൽകിക്കൊണ്ട് നമ്മെ അറിയിക്കുന്നുണ്ട്. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഹദീസുകളിൽ കാണാം, കാന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ദഖലൽ അശ്റുൽ അവാഖിറു മിൻ റമളാൻ അഹ്യാ ലൈലഹു വഅയ്ഖള അഹ്ലഹു വശദ്ദ മിഅ്സറഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി റമളാനിന്റെ അവസാനത്തെ 10 പ്രവേശിച്ചാൽ തന്റെ രാവുകളെ ജീവിപ്പിക്കുമായിരുന്നു, തന്റെ കുടുംബത്തെ വിളിച്ചുണർത്തുമായിരുന്നു, അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി അത്യധ്വാനം ചെയ്യുമായിരുന്നു. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിലപാട് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാം. കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പൊറുക്കപ്പെട്ട പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇത്രയേറെ കഷ്ടപ്പെടുകയും ഇത്രയേറെ കഠിനാധ്വാനം നടത്തുകയും ചെയ്തിരുന്നുവെങ്കിൽ നമ്മൾ ഓരോരുത്തരുടെയും അവസ്ഥ എന്തായിരിക്കണം, നാം എത്ര കണ്ട് ശ്രദ്ധിക്കണം എന്ന് നമുക്കതിൽ നിന്ന് അനുമാനിക്കാം. എന്തുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി ഇത്ര ഈ വിഷയത്തിൽ ജാഗ്രത കാണിച്ചിരുന്നത് എന്ന് നമ്മൾ ആലോചിച്ചാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്ഥിരം പ്രാർത്ഥനയും ഒരു സ്ഥിരം സ്വഭാവവുമുണ്ട്. ഏതൊരു കർമ്മം അനുഷ്ഠിക്കുകയാണ് എങ്കിലും അതിന്റെ അവസാനം വരെ അത് ഏറ്റവും ഉത്തമമായ രീതിയിൽ നിർവഹിക്കുക എന്നത്. നമുക്കൊക്കെ ഒരു തരത്തിലുള്ള ആരംഭശൂരത്വം എന്ന് പറയുന്ന സ്വഭാവമുണ്ട്.
ചില സംഗതികൾ വളരെ നല്ലതാണെന്ന് മനസ്സിലാക്കിയാൽ വളരെ വികാരത്തോടും ആവേശത്തോടും കൂടി ആദ്യമൊക്കെ കുറച്ച് നമ്മൾ അതിന്റെ പിന്നാലെ പായും. കുറെ താല്പര്യങ്ങൾ അതിൽ കാണിക്കും. ദിവസങ്ങൾ കഴിയും തോറും ആ താല്പര്യം ഇങ്ങനെ തണുത്ത് വരികയും അവസാനമാകുമ്പോൾ പറ്റെ കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ നമ്മിൽ കാണപ്പെടും. നമ്മുടെ പള്ളികളൊക്കെ എടുത്തു നോക്കിയാൽ ഏകദേശം അത് എല്ലായിടത്തും ഒരുപോലെയാണ് എന്ന് അനുഭവപ്പെടും. റമദാനിന്റെ ആദ്യത്തിൽ പള്ളി ഒക്കെ ധാരാളമായി ആളുകൾ വന്ന് നിറയും. ഒരു 4-5 ദിവസമാണ് കഴിയുമ്പോഴേക്ക് സഫിന്റെ എണ്ണങ്ങൾ കുറഞ്ഞു വരും. ജമാഅത്തുകളിൽ പങ്കെടുക്കുന്ന ആളുകളുടെ സംഖ്യ കുറയും. ഏറ്റവും പുണ്യമുള്ള അവസാന കാലമാകുമ്പോഴേക്കൊക്കെ പിന്നെയും തീർന്ന് അവസാനിച്ചു പോകുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. വളരെ ബുദ്ധിശൂന്യമായ ഒരു നിലപാടാണിത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി സാധാരണ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ ജഅൽ ഖൈറ അയ്യാമി യൗമ അൽഖാക്. അല്ലാഹുവേ, എന്റെ ഏറ്റവും നല്ല ദിവസം നിന്നെ ഞാൻ കണ്ടുമുട്ടുന്ന ദിവസമായി തീരണമേ. വഖൈറ ഉംരി അവാഖിറഹു, എന്റെ ആയുസ്സിന്റെ ഏറ്റവും നല്ല കാലം എന്റെ അവസാനത്തെ വർഷങ്ങളായി തീരണമേ. വഖൈറ അമലി ഖവാത്തിമഹു, എന്റെ പ്രവർത്തനങ്ങളിൽ ഏറ്റവും ഉത്തമമായത് അതിന്റെ അന്ത്യഭാഗം ആയിത്തീരണമേ. അപ്പോൾ ഏതൊരു പ്രവൃത്തി ചെയ്യുകയാണ് എങ്കിലും അത് അവസാനം വരെ നന്നാക്കി തീർക്കുക, അവസാനത്തേത് ഏറ്റവും കൂടുതൽ നന്നാവുക എന്നത് നബി തിരുമേനിയുടെ ഒരു സ്വഭാവവും രീതിയും ആയിരുന്നു. അപ്പോൾ റമദാൻ മാസം, ആ റമദാനിന്റെ അവസാനത്തെ 10 എന്നുള്ളത് അതിന്റെ ഖവാത്തിമാണ്, അതിന്റെ അവസാനത്തെ നാളുകളാണ്. ആ അവസാനത്തെ നാളുകൾ ആ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക, ഏറ്റവും കൂടുതൽ നന്നാക്കി തീർക്കുക എന്നുള്ളത് നബി തിരുമേനിയുടെ പൊതുസ്വഭാവമായിരുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ചില ഹദീസുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ പ്രത്യേകതകളെയും സവിശേഷതകളെയും ഒക്കെ വേർതിരിച്ച് നമുക്ക് വിശദീകരിച്ചു തരികയുണ്ടായി. അവ്വലുഹു റഹ്മത്തുൻ വ ഔസതുഹു മഗ്ഫിറത്തുൻ വ ആഖിറുഹു ഇത്ഖും മിനന്നാർ എന്ന രൂപത്തിൽ റമളാനിനെ ഭാഗിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. അതിന്റെ ആദ്യത്തെ ദിവസങ്ങൾ അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ നാളുകളാണ്. അതിന്റെ നടുവിലുള്ള ദിവസങ്ങൾ അത് പാപമോചനത്തിന്റെ നാളുകളാണ്. അതിന്റെ അവസാനത്തെ ദിവസങ്ങൾ ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്നുള്ള മോചനത്തിന്റെ നാളുകളാണ്. അപ്പോൾ നരകത്തിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ആളുകളെ മോചിപ്പിക്കാൻ ചില ഹദീസുകളിലൊക്കെ പറയുന്നു, അല്ലാഹുവിന്റെ മലക്കുകൾ റമളാനിന്റെ അവസാനത്തെ നാളുകളാകുമ്പോൾ പ്രത്യേകമായി ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് മനുഷ്യരുടെ ലിസ്റ്റുകൾ തയ്യാറാക്കുന്നു. നരകത്തിൽ നിന്ന് മോചനം നൽകേണ്ടവരായ ആളുകൾ, അവരെ വളരെയേറെ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ പ്രീതിക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്, ധാരാളമായി അമലുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്, ധാരാളമായി അവർ തൗബയും ഇസ്തിഗ്ഫാറും നടത്തിയിട്ടുണ്ട്. അങ്ങനെ അതുകൊണ്ട് അവർ നരകത്തിൽ നിന്ന് മോചിതരാകാൻ അർഹരാണ് എന്ന രീതിയിൽ അല്ലാഹുവിന്റെ സൃഷ്ടികളെ സംബന്ധിച്ച് അവർ ശുപാർശ ചെയ്യും എന്നൊക്കെ ഹദീസുകളിൽ കാണാം. അങ്ങനെയുള്ള ഇത്ഖും മിനന്നാർ, നരകത്തിൽ നിന്ന് മോചിതരാകുന്ന നാളുകളാണ് റമളാനിന്റെ അവസാനത്തെ നാളുകൾ. അപ്പോൾ അതിന് പ്രത്യേകമായ ശ്രദ്ധ ചെലുത്തിക്കൊണ്ടായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാനിന്റെ അവസാനത്തെ 10കളിൽ കൂടുതൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അതിനെല്ലാം ഉപരിയായി നമുക്കെല്ലാം അറിയാവുന്നതുപോലെ റമളാനിന്റെ 10 വേറെ പല സവിശേഷതകളും ഉള്ളതോടൊപ്പം ലൈലത്തുൽ ഖദർ എന്ന് പറയുന്ന രാവ് കൊണ്ട് അനുഗ്രഹീതമാണ്. ഈ ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആൻ തന്നെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുണ്ട്, അതിന്റെ പ്രാധാന്യം വിശദീകരിച്ചിട്ടുണ്ട്. പരിശുദ്ധ ഖുർആനിന്റെ അവതരണം അതാരംഭിച്ച രാവാണ് അത് എന്ന് നമ്മൾ കേട്ടുകഴിഞ്ഞതാണ്, മനസ്സിലാക്കിയതാണ്. ഖുർആൻ തന്നെ ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ വമാ അദ്റാക മാ ലൈലത്തുൽ ഖദർ ലൈലത്തുൽ ഖദറി ഖൈറും മിൻ അൽഫി ഷഹർ. 1000 മാസങ്ങളെക്കാൾ പുണ്യകരമാണ് ലൈലത്തുൽ ഖദറിന്റെ ഒറ്റ രാവ് എന്ന്
വിശുദ്ധ ഖുർആൻ തന്നെ സംശയരഹിതമായി പ്രഖ്യാപിച്ചതാണ്. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക, വളരെ അനുഗ്രഹീതമായ മുബാറക്കായ ഒരു രാവിലാണ് നാം ഇതിനെ അവതരിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആ അനുഗ്രഹീതമായ രാവ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അത് റമളാനിന്റെ അവസാനത്തെ 10 നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. ഇൽതമിസുഹ ഫിൽ അശ്റിൽ അവാഖിർ മിൻ റമളാൻ. റമളാനിന്റെ അവസാനത്തെ 10 ആ ലൈലത്തുൽ ഖദറിനെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊള്ളുക. അപ്പോൾ ആ ലൈലത്തുൽ ഖദറിന്റെ പുണ്യം പ്രതീക്ഷിക്കാൻ ഏറ്റവുമേറെ സാധ്യതയുള്ള നാളുകൾ എന്ന അടിസ്ഥാനത്തിലും ഈ റമളാനിന്റെ അവസാനത്തെ ദിവസങ്ങൾക്ക് പുണ്യമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ എല്ലാ നിലക്കും ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെയേറെ സന്തോഷത്തിനും ആഹ്ലാദത്തിനും പ്രതിഫലങ്ങൾ പ്രതീക്ഷിക്കാനും സാധ്യതയുള്ള ദിനരാത്രങ്ങളാണ് അവസാനിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഓരോ നിമിഷവും അതാണ് ഇങ്ങനെ നമ്മോട് വിട പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദഖാത്തു ഖൽബിൽ മർഇ ഖായിലത്തുൻ ലഹു ഇന്നൽ ഹയാത്ത ദഖായിഖും വസവാനി. മനുഷ്യന്റെ ഹൃദയമിടിപ്പുകൾ അവനോടിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു, മനുഷ്യ, നിന്റെ ഹൃദയത്തിന്റെ ഓരോ മിടിപ്പുകളും തീരുന്നതനുസരിച്ച് ജീവിതത്തിൽ നിനക്ക് നിശ്ചയിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിന്റെ അവധികൾ ഇങ്ങനെ തീർന്നുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന്റെ അവധി ഓരോ നിമിഷങ്ങൾ തോറും കൊഴിഞ്ഞ് വീണുകൊണ്ടിരിക്കുന്നു. ഇനി അത് നമുക്ക് തിരിച്ചു കിട്ടുകയില്ല. എന്ത് സമ്പത്തും മനുഷ്യന് തിരിച്ചു കിട്ടിയേക്കാം, പക്ഷെ ആ സമയം അവന് തിരിച്ചു കിട്ടുകയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ സമയം പ്രയോജനപ്പെടുത്തുക എന്നുള്ളത് വിശ്വാസിയുടെ ഏറ്റവും വലിയ ബാധ്യതയാണ്. ഇതാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇനിയുള്ള നാളുകളിൽ പ്രത്യേകമായി ഈ നാളുകൾ, ഈ റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രത്യേകം അനുഷ്ഠിക്കേണ്ട ചില കാര്യങ്ങളെ സംബന്ധിച്ചുള്ള സൂചനകളാണ് ഈ സന്ദർഭത്തിൽ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഒരു സത്യവിശ്വാസി അള്ളാഹുവിന്റെ പുണ്യം നേടാനും അതുപോലെ അവനോട് പ്രാർത്ഥിക്കാനും അവനോടടുക്കാനും വേണ്ടി ചെയ്യുന്ന കർമ്മങ്ങളിൽ, അവന്റെ ആരാധനാ കർമ്മങ്ങളിൽ ഏറ്റവും സുപ്രധാനമായത് ദുആയാണ്, പ്രാർത്ഥനയാണ്. നമസ്കാരം പോലും ഒരു തരത്തിലുള്ള ദുആയാണ്. നമസ്കാരം എന്ന് പറയുന്ന സ്വലാത്ത് എന്ന് പറയുന്ന ആ പദത്തിന്റെ അർത്ഥം തന്നെ അറബി ഭാഷയിൽ ദുആ എന്നാണ്. അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയാണ് ഈ നമസ്കാരത്തിന്റെ പൊരുൾ, ആകത്തുക. അദ്ദുആഉ മുഖുൽ ഇബാദ, ഇബാദത്ത്, അള്ളാഹുവിനുള്ള ആരാധനയുടെ മജ്ജയാണ് ദുആ എന്ന് പറയുന്നത്. അപ്പോൾ സത്യവിശ്വാസികൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, ദുആ ഇരുന്നുകൊണ്ടിരിക്കുക എന്നുള്ളത് വളരെ ആവശ്യമാണ്. നമ്മുടെ ഹൃദയങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധം നിലനിർത്താൻ അത് അനിവാര്യമാണ്. പരിശുദ്ധ ഖുർആൻ നമ്മോടത് കൽപ്പിച്ചിട്ടുമുണ്ട്. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങൾ നിങ്ങളുടെ നാഥനോട് പ്രാർത്ഥിക്കുക, തളർറുഅൻ, വിനയത്തോടുകൂടി, അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് താണ് കേണുകൊണ്ടുള്ള രൂപത്തിലുള്ള പ്രാർത്ഥന നിങ്ങൾ നടത്തുക. വഖുഫിയത്തൻ, അതുപോലെ തന്നെ വളരെ പരസ്യമായും ഒച്ചയായും ബാലിശമായ രീതിയിലുമുള്ള പ്രാർത്ഥനകൾ ഒഴിവാക്കി ഏകാന്തമായി ഇരുന്നു കൊണ്ട് നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കണം. അപ്പോൾ പ്രാർത്ഥന, നമസ്കാരവും അതുപോലെ അത് നിർവഹിക്കേണ്ട രീതികളും അതിന്റെ സ്വഭാവങ്ങളും ഒക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിച്ചു. അത് പ്രാർത്ഥനയുടെ വേറെ ഒരു രീതിയാണ്. ഇതല്ലാതെ കണ്ട് മനുഷ്യൻ അവന്റെ ദൈനംദിന ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ടതും അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്നതുമായ ഒരുപാട് പ്രാർത്ഥനകളുണ്ട്, ദുആകളുണ്ട്. ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സറിഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ് ഒരു സത്യവിശ്വാസിയുടെ നിരന്തരമായ സ്വഭാവവും സംസ്കാരവും. ഇതിന് മറ്റ് ദീനുകളിൽ കാണുന്നത് പോലെയും അല്ലെങ്കിൽ പിഴച്ച ഒരു പല സമ്പ്രദായങ്ങളും നമ്മുടെ ഇടയിലേക്ക് കടന്നു വന്നത് പോലെയും ഒരു മധ്യവർത്തിയുടെയോ അല്ലെങ്കിൽ ഒരു മീഡിയേറ്ററുടെയോ ഒന്നും ആവശ്യമില്ല. ദുആ ഇറക്കണമെന്നുണ്ടെങ്കിൽ മൊല്ലാക്ക വേണം, ദുആ ഇറക്കണമെന്നുണ്ടെങ്കിൽ മൊയ്ലിയാർ വേണം, ദുആ ഇറക്കണമെന്നുണ്ടെങ്കിൽ അറബി ഭാഷ വേണം. ഈ രൂപത്തിലുള്ള തെറ്റായ ധാരണകൾ സാധാരണക്കാരായ ആളുകളെ ബാധിച്ചത് നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെയൊന്നുമല്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുള്ളത്. ഉദ്ഉനി അസ്തജിബ് ലക്കും, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കുക, ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് നിങ്ങൾക്ക് ഉത്തരം നൽകും. ഞാൻ നിങ്ങളുടെ അടുത്ത് നിലകൊള്ളുന്നവനാണ്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഓരോ മനുഷ്യന്റെയും അവകാശമാണ്, അവന്റെ ബാധ്യതയാണ്. അപ്പോൾ അത് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയാണെന്ന് തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാ കിറാമും നമ്മെ പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങൾ കൂടുതലായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതായിരുന്നു. അടുത്ത ആയത്തിൽ പറയുന്നു, വദഉഹു ഖൗഫൻ വ തമഅ, നിങ്ങളെ ഭയത്തോടുകൂടിയും പ്രതീക്ഷയോടുകൂടിയും അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പേടി വേണം, ഖൗഫ് വേണം. അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അനുഗ്രഹത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് പ്രതീക്ഷ വേണം. അങ്ങനെ അല്ലാഹുവിന്റെ പ്രതീക്ഷയോടുകൂടി അല്ലാഹുവിന്റെ പുണ്യം, അല്ലാഹുവിന്റെ പ്രതിഫലത്തെ സംബന്ധിച്ചുള്ള പ്രതീക്ഷ, ആ പ്രതീക്ഷയോടുകൂടി നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇതാണ് വിശുദ്ധ ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ദുഉല്ലാഹ വ അൻതും മൂഖിനൂന ബിൽ ഇജാബ, നിങ്ങൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കണം, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടും എന്ന ഉറപ്പോടുകൂടി. വഅലമു അന്നല്ലാഹ ലാ യസ്തജീബു ദുആഅൻ മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, നിങ്ങൾ മനസ്സിലാക്കണം, അല്ലാഹു സുബ്ഹാനഹു വ തആല അശ്രദ്ധമായ മനസ്സുകളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾ സ്വീകരിക്കുന്നില്ല. ഒരാളിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു, വേറുള്ളവരൊക്കെ അങ്ങനെ ആമീൻ ആമീൻ എന്ന് പറയുന്നു. ആമീൻ ചൊല്ലുന്ന ആള് പ്രാർത്ഥിക്കുന്നവൻ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നില്ല. അതുപോലെ തന്നെ അവൻ തന്നെ പ്രാർത്ഥിക്കുന്നുണ്ട് എങ്കിൽ എന്നോ കേട്ടുപഠിച്ച ചില പ്രാർത്ഥനകൾ, ആ പ്രാർത്ഥനകൾ അവൻ ഉരുക്കഴിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ എന്താണ് പ്രാർത്ഥിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് അവന് വിചാരമില്ല. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളല്ല അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്. വദഉഹു വ അൻതും മൂഖിനൂന ബിൽ ഇജാബ എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇന്നല്ലാഹ ലാ യഖ്ബലു ദുആഅൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ദുആയും സ്വീകരിക്കുകയില്ല മിൻ ഖൽബിൻ ഗാഫിലിൻ ലാഹിൻ, അശ്രദ്ധമായ അതുപോലെ തന്നെ ലഹുവിൽപ്പെട്ട വിനോദങ്ങളിൽപ്പെട്ട ഒരു മനസ്സിന്റെ ഉടമയിൽ നിന്ന്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ അല്ലാഹുവിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടായിരിക്കണം, അല്ലാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ടായിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും എന്നുള്ള ഉത്തമ വിശ്വാസത്തോടു കൂടിയായിരിക്കണം. ആ രൂപത്തിൽ നിങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. പ്രാർത്ഥന എന്ന് പറയുന്നതിന് ചില ചിട്ടകൾ, ചില വ്യവസ്ഥകൾ, ഇതൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. ഒരു മനുഷ്യൻ ഖിബിലയിലേക്ക് തിരിഞ്ഞുകൊണ്ട് അതുപോലെ തന്നെ വുളുവോടുകൂടി ആ രൂപത്തിൽ വളരെ വിനയത്തോടുകൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് കൈയുയർത്തി പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന ഒരു വിനയത്തിന്റെ സ്വഭാവമുള്ള പ്രാർത്ഥനയാണ്. ഒരാൾ കൈയുയർത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്തിന് വേണ്ടി യാചിച്ചുകൊണ്ട് അവൻ വുളു എടുത്ത് പള്ളിയിൽ വന്ന് 2 റക്അത്ത് നമസ്കരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ആ പ്രാർത്ഥന അത് ശരിയായ രീതിയിലുള്ള പ്രാർത്ഥനയാണ്. ഇങ്ങനെ ഈ രീതിയിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് നിരന്തരമായി നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു സ്വഭാവമാണ്. അതിന് പ്രത്യേകമായി മഅ്സൂറായി പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് പഠിപ്പിച്ചതോ പല സന്ദർഭങ്ങളിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചതോ പരിശുദ്ധ ഖുർആൻ വിശ്വാസികളുടെ പ്രാർത്ഥനകൾ എന്നുള്ള രൂപത്തിൽ നമ്മെ പരിചയപ്പെടുത്തിയതോ ആയ ദിക്റുകളും ദുആകളും ഒക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്, പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതല്ലാതെ കണ്ടുള്ള നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് പറയുക എന്നുള്ളതും ആകാവുന്നതാണ്. അപ്പോൾ ഈ രൂപത്തിലെല്ലാം തന്നെ അല്ലാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക എന്നുള്ള ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാവണം. സത്യവിശ്വാസിയായ ഒരു മനുഷ്യന്റെ നാവ് അവന്റെ ദിക്റുകൾ കൊണ്ടും പ്രാർത്ഥനകൾ കൊണ്ടും നനഞ്ഞിരിക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ അങ്ങനെയുള്ള ഒരു സ്വഭാവം നമുക്കുണ്ടാവണം. നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുടുംബങ്ങളെയും ഒക്കെ ആ ഒരു സംസ്കാരത്തിൽ നമ്മൾ വളർത്തിയെടുക്കുകയും ചെയ്യേണ്ടതുണ്ട്. നിസ്കാരം കഴിയുന്നതോടുകൂടി ഓടുന്ന ഒരു പ്രകൃതി, നിസ്കാരം കഴിഞ്ഞാൽ ഒരല്പസമയം ആ മുസല്ലയിൽ ഇരിക്കാനോ അല്ലെങ്കിൽ പള്ളിയിൽ ഇരിക്കാനോ ആ ദിക്റുകളും അതുപോലെ തന്നെ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയും ഒക്കെ നിറവേറ്റാനോ ആരും തന്നെ അതിൽ ശ്രദ്ധിക്കാതെ കണ്ട് എന്തോ തിരക്കിട്ട് ഓടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എങ്ങോട്ടാണ് ഈ ഓട്ടം? എങ്ങോട്ടാണ് ഓടുന്നത്? നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സന്നിധിയിൽ നമ്മൾ കഴിച്ചുകൂട്ടുന്ന ഈ സമയം
വളരെ വിലപ്പെട്ടതാണ്, വളരെ പുണ്യകരമാണ്. അതാണ് നമ്മുടെ സമ്പാദ്യം. ആ സമ്പാദ്യം ഒഴിവാക്കിക്കൊണ്ടാണ് ഈ നട്ടോട്ടം ഓടുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കുക. പലതരത്തിലുള്ള തെറ്റായ രൂപത്തിലുള്ള ആചാരങ്ങളും സമ്പ്രദായങ്ങളുമൊക്കെ ദിക്റിന്റെയും പ്രാർത്ഥനയുടെയും പേരിൽ സമൂഹത്തിൽ കാട് കയറുന്നത് പോലെ കയറി വന്നു. അങ്ങനെ പ്രവാചകനോ തിരുമേനിയോ അല്ലെങ്കിൽ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളോ കാണിക്കാത്ത രീതിയിലുള്ള പല ദിക്റുകളും പല സ്വഭാവങ്ങളും പല ആചാരങ്ങളും സമ്പ്രദായങ്ങളും ഒക്കെ നമ്മുടെ ഉമ്മത്തിലേക്ക് വന്നു. അപ്പൊ ആ ബിദ്അത്തുകളെയും ആ രൂപത്തിലുള്ള അനാചാരങ്ങളെയും ഒക്കെ വിമർശിക്കുന്ന കൂട്ടത്തിൽ അല്ലെങ്കിൽ അതിന്റെ പൊള്ളത്തരങ്ങൾ തുറന്നു കാണിക്കുന്ന കൂട്ടത്തിൽ തെറ്റായ ഒരു ധാരണ നമ്മിലേക്ക് കടന്നു വന്നത് നമ്മൾ സൂക്ഷിക്കേണ്ടതുണ്ട്. ദിക്റുകളോ ദുആകളോ പ്രാർത്ഥനകളോ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബാ കിറാമും മാതൃക കാണിച്ച കാര്യങ്ങളോ അത് വേണ്ട എന്ന് ആരും പറയുകയില്ല, അത് ഒഴിവാക്കണമെന്ന് ആരും തന്നെ ആഗ്രഹിക്കുകയുമില്ല. അപ്പോൾ അള്ളാഹുവിന്റെ ദീനിന്റെ പേരിൽ പലതരത്തിലുള്ള പുതിയ ആചാരങ്ങളും സമ്പ്രദായങ്ങളും സംഘങ്ങളും ഒക്കെ പല വമ്പിച്ച തോതിലുള്ള പ്രചാരണങ്ങളോടുകൂടി കമേഴ്ഷ്യൽ ലക്ഷ്യങ്ങളോടുകൂടി നടത്തപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. തീർച്ചയായും നാം അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല, അതിന് എതിരുമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇങ്ങനെ അള്ളാഹുവിനോട് ഒരു വ്യക്തി, കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു വ്യക്തി അവൻ സ്വന്തമായി തനിച്ചിരുന്നു കൊണ്ട് അള്ളാഹുവിനോട് പറയാനും പ്രാർത്ഥിക്കാനും ഉള്ളത് അവൻ ചെയ്യുക എന്നുള്ളത് ഇഷ്ടപ്പെടുന്നു. അതിന് ഒരുപാട് അവസരങ്ങൾ അവന് നൽകുന്നു, അവന് പ്രോത്സാഹനം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ കുട്ടികൾക്ക്, നമ്മുടെ കുടുംബങ്ങൾക്കൊക്കെ ഈ ഒരു ശീലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമസ്കാരത്തിന്റെ കാര്യമാവട്ടെ, സുന്നത്തുകളുടെ കാര്യമാവട്ടെ, ഇതിലൊക്കെ കുട്ടികളോടും കുടുംബങ്ങളോടുമൊക്കെ ഈ കാര്യങ്ങൾ അനുശാസിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ നമ്മോട് ആവശ്യപ്പെട്ടതാണ്. വഅ്മുർ അഹ്ലക ബിസ്സലാത്തി വസ്തബിർ അലൈഹാ. വഅ്മുർ അഹ്ലക ബിസ്സലാത്ത്, നിന്റെ കുടുംബത്തോട് നമസ്കരിക്കാൻ വേണ്ടി നീ കൽപ്പിക്കണം. വസ്തബിർ അലൈഹ, ആ നമസ്കാരം പോലെയുള്ള ആരാധനാ കർമ്മങ്ങളുടെ കാര്യത്തില് നീ ഒരു കടുംപിടുത്തം ഉണ്ടായിരിക്കണം, അതില് ശാഠ്യബുദ്ധി ഉണ്ടായിരിക്കണം, അതിൽ നിർബന്ധമായി അത് കൈവിടാത്ത ഒരവസ്ഥ ഉണ്ടായിരിക്കണം. ഇത് പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന കാര്യങ്ങളാണ്. അപ്പൊ നമ്മുടെ കുട്ടികൾ, ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരിൽ ഈ സംസ്കാരം ഉണ്ടാക്കിയെടുക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാം, രാത്രി സമയത്ത് എഴുന്നേറ്റ് നമസ്കരിക്കുന്ന വിശ്വാസികളെ പുകഴ്ത്തിക്കൊണ്ട്, ആ പുകഴ്ത്തുന്ന കൂട്ടത്തിൽ ദമ്പതികളെ പുകഴ്ത്തിയതായിട്ട് നമുക്ക് കാണാം. ഭാര്യാഭർത്താക്കന്മാര്, ഒരാൾ എഴുന്നേറ്റ് അയാൾ നമസ്കരിക്കുന്നു, നമസ്കാരത്തോടൊപ്പം മറ്റാളുടെ മുഖത്ത് വെള്ളം തെളിച്ച് അയാളെ ഉറക്കിൽ നിന്ന് ഉണർത്തി അയാളെ നമസ്കാരത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. അങ്ങനെയുള്ള പ്രവൃത്തി ചെയ്യുന്നവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർക്ക് പുണ്യം വാഗ്ദാനം ചെയ്യുകയും ചെയ്യുന്ന ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരുമേനി രാത്രി സമയത്ത് എഴുന്നേറ്റുന്നുകൊണ്ട് രാത്രി ഭാര്യമാരെ ഉണർത്തിക്കൊണ്ട് അവരോട് നമസ്കരിക്കാൻ വേണ്ടി നിർദ്ദേശിക്കുന്നത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഒരു കുടുംബം, ആ കുടുംബത്തിൽ കുട്ടികളുടെയും ഭാര്യമാരുടെയും അതുപോലെ തന്നെ കുടുംബത്തിലെ മറ്റംഗങ്ങളുടെയും ഒക്കെ ഈ പരലോകം രക്ഷപ്പെടുക, പരലോകത്തിൽ വിജയം കൈവരിക്കാൻ അവർക്ക് സാധിക്കുക എന്നുള്ള കാര്യം വളരെ പ്രധാനമാണ്. അപ്പോൾ പ്രാർത്ഥന അതുപോലെയുള്ള കാര്യങ്ങളിലും ഇബാദത്തുകളിലും ഒക്കെ ഇനിയുള്ള നാളുകളെ സംബന്ധിച്ചാണ് നമ്മൾ പ്രത്യേകമായി പറയുന്നത്. നമ്മൾ അത്തരം കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ കുടുംബങ്ങളെയും കുട്ടികളെയും ഒക്കെ അതിൽ പങ്കാളിത്തം വഹിക്കാനും നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുകയും ഗൗനിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതേപോലെ തന്നെ നമ്മളുടെ പ്രാർത്ഥനകളിൽ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഹറാമായ കാര്യങ്ങൾ കൈവെടിഞ്ഞുകൊണ്ടായിരിക്കണം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ആ രൂപത്തിൽ നമ്മൾ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾക്ക് കൂടുതൽ ഉത്തരം കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അല്ല എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സമയത്ത് മാത്രമേ അവൻ അല്ലാഹുവിനെ ഓർമ്മയുള്ളൂ. ആ പ്രാർത്ഥന കഴിഞ്ഞാൽ അവൻ അവന്റെ പഴയ ജീവിതത്തിലേക്കും പഴയ ഹറാമുകളിലേക്കും പഴയ നിഷിദ്ധമായ കാര്യങ്ങളിലേക്കും തന്നെ തിരിച്ചു പോകുന്നു. അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിലപാടിനെ സംബന്ധിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, റബ്ബ അശ്അസ അഗ്ബർ യുതീലു ശഅർ. എത്രയെത്ര ആളുകൾ കഠിനാധ്വാനം ചെയ്തുകൊണ്ട് അവർ ജീവിക്കുന്നു, അവരുടെ ശരീരങ്ങളെല്ലാം തന്നെ പൊടി പുരണ്ടിരിക്കുന്നു, ദീർഘമായ യാത്രകൾ ചെയ്യുന്നു. അങ്ങനെ അവര് യഖൂലു യാ റബ്ബി യാ റബ്ബി, അല്ലാഹുവേ നാഥ, കരുണാവാരിധിയായ രക്ഷിതാവേ എന്ന് പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ആ ആളുകളെ സംബന്ധിച്ചിടത്തോളം തിരുമേനി പറയുകയാണ്, മത്അമുഹു ഹറാം
വമശ്റബുഹു ഹറാം വമൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. ആ മനുഷ്യൻ അവന്റെ വസ്ത്രം ഹറാമായ സമ്പാദ്യത്തിൽ നിന്ന് വാങ്ങിയതാണ്. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമായ സമ്പാദ്യം കൊണ്ട് കഴിക്കുന്നതാണ്. അവൻ കുടിക്കുന്ന പാനീയങ്ങൾ അത് ഹറാമായ സമ്പാദ്യം കൊണ്ടാണ് അത് നേടിയിട്ടുള്ളത്. അവന്റെ ആഹാരം വഉദ്ദിയ ബിൽ ഹറാം, അവൻ കഴിക്കുന്ന എല്ലാ ആഹാരങ്ങളും നിഷിദ്ധ സമ്പാദ്യത്തിലൂടെയാണ് നേടിയത്. ഫഅന്നാ യുസ്തജാബു ലഹു, പിന്നെ എങ്ങനെയാണ് അവന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇജാബത്ത് ചെയ്യുക, മറുപടി കൊടുക്കുക, അവന്റെ പ്രാർത്ഥന കേൾക്കുക? അപ്പോൾ ഹറാമുകളിൽ നിന്ന് വിട്ടകന്ന് നിൽക്കണം. ആ ഹറാമുകളിൽ നിന്ന് വിട്ടകന്നുകൊണ്ട് ഹലാലായ സമ്പാദ്യം മാത്രം മതി എന്ന് അവന് തൃപ്തി അടയണം. യാ അയ്യുഹർ റസൂലു കുലൂ മിനത് ത്വയ്യിബാതി വഅമലൂ സ്വാലിഹാ. പ്രവാചകന്മാരോടൊക്കെ മുഴുവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിർദ്ദേശം അതാണ്. നിങ്ങൾ നല്ലത് തിന്നണം, ത്വയ്യിബാത്ത് തിന്നണം, ഹറാമുകൾ തിന്നരുത്, സാലിഹായ കർമ്മങ്ങൾ അനുഷ്ഠിക്കണം എന്നാണ് അവർക്കുള്ള ശാസന എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ പ്രാർത്ഥനകൾ തീർച്ചയായും തന്നെ നമ്മളെ വളരെയേറെ ശ്രദ്ധയോടുകൂടി അനുഷ്ഠിക്കേണ്ട നാളുകളാണിത്. അതേപോലെ തന്നെ നമ്മുടെ നമസ്കാരങ്ങൾ, സുന്നത്തുകളും ഫർളുകളുമായ എല്ലാ നമസ്കാരങ്ങളും കൂടുതൽ ശ്രദ്ധയോടുകൂടി നിർവഹിക്കേണ്ട നാളുകളാണിത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി നമസ്കാരത്തിന് പ്രത്യേകം പ്രാധാന്യം എടുത്തു പറഞ്ഞ രാവുകളാണിത്. ലൈലത്തുൽ ഖദറിനെ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞല്ലോ ഈ അവസാനത്തെ 10 എന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറഞ്ഞല്ലോ ഇൽതമിസുഹ, നിങ്ങൾ അതിനെ ഈ അവസാനത്തെ 10 തേടിക്കൊള്ളൂ എന്ന്. ആ ലൈലത്തുൽ ഖദറിന്റെ രാവുകളിലെ നിന്ന് നമസ്കരിക്കുന്നതിനെ സംബന്ധിച്ച് നബി പറഞ്ഞു, മൻ ഖാമ ലൈലത്തുൽ ഖദരി ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ലൈലത്തുൽ ഖദറിന്റെ രാവുകളിൽ നിന്ന് നമസ്കരിക്കുന്ന ആളുകൾ ഈമാനോടും ഇഹ്തിസാബോടും കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പുണ്യം ലക്ഷ്യം വെച്ചുകൊണ്ടും അവനിൽ വിശ്വാസമർപ്പിച്ചുകൊണ്ടും രാത്രി നമസ്കരിക്കുന്ന ആളുകൾ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ പാപങ്ങളൊക്കെ പൊറുക്കാൻ ആ കർമ്മം പര്യാപ്തമാകും. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയായിരുന്നു. തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രി കൂടുതൽ നിന്ന് നമസ്കരിക്കുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നമസ്കാരത്തെ സംബന്ധിച്ച് ഹദീസുകളിൽ വിശദീകരിച്ചു വന്നിട്ടുണ്ട്. ധാരാളമായി നമ്മളത് കേട്ടിട്ടുണ്ട്. രാത്രി ദീർഘമായ സമയം അള്ളാഹുവിന്റെ മുന്നിൽ നിന്ന് നമസ്കരിച്ചതിന്റെ പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലുകളിൽ നീറുകെട്ടാറുണ്ടായിരുന്നു. ഇതൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണ്. നബി തിരുമേനി മാത്രമല്ല, നബി തിരുമേനിയുടെ ഭാര്യമാരും അതുപോലെ തന്നെ സഹാബത്തുമൊക്കെ ഇങ്ങനെ നമസ്കരിക്കാറുണ്ടായിരുന്നു. റമളാനിന്റെ രാവുകളിൽ പ്രത്യേകമായിട്ട് അവർ ആ നമസ്കാരത്തിൽ ശ്രദ്ധിക്കാറുണ്ടായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും കാലത്ത് വ്യവസ്ഥാപിതമായി ഇന്ന് നമ്മൾ പറയുന്ന രീതിയിലുള്ള തറാവീഹ് നമസ്കാരം ഉണ്ടായിരുന്നില്ല. സാധാരണ അവർ ചെയ്യാറുണ്ടായിരുന്നത് അവരെ വീട്ടിലിരുന്നും അതുപോലെ തന്നെ പള്ളിയിൽ വന്നുമൊക്കെ ഇങ്ങനെ സംഘമായിട്ട് ചെറിയ സംഘങ്ങളായിട്ട് അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ഇങ്ങനെയൊക്കെ നമസ്കരിക്കുന്ന ഒരു രീതിയായിരുന്നു. കാരണം രാത്രി നമസ്കരിക്കാനുള്ള കൽപ്പനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് കൊടുത്തിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ രാത്രി നമസ്കരിക്കുക എന്ന സ്വഭാവം അവര് കുറച്ച് കൂട്ടുകാരൊക്കെ പാടെ കൂടിയിട്ട് ചെറിയ റഹത്ത് എന്ന് പറയുന്ന ചെറു സംഘങ്ങളായിക്കൊണ്ട് നമസ്കരിക്കും. അതുപോലെ തന്നെ ഒറ്റക്കും നമസ്കരിക്കും. ഇങ്ങനെയൊക്കെ നമസ്കരിക്കാറുണ്ട്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് വന്നിങ്ങനെ പള്ളിയിൽ പലതരത്തിലും ആളുകൾ പല രൂപത്തിലും ഒരു വ്യവസ്ഥയും ചിട്ടയും ഒന്നും ഇല്ലാതെ ഇങ്ങനെ നമസ്കരിച്ച് ഒരു ഭംഗിയല്ലാത്ത രീതി കണ്ടപ്പോൾ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അവർക്കൊരു ഇമാമിനെ നിശ്ചയിച്ചു കൊടുത്തുകൊണ്ട് നിങ്ങളൊരു ഇമാമിന്റെ കീഴിൽ നമസ്കരിക്കുക എന്ന്. അങ്ങനെ വ്യവസ്ഥാപിതമായ രീതിയിൽ അങ്ങനെ നമസ്കരിച്ചാൽ ഇപ്പൊ രാത്രി സമയത്തെ നമസ്കാരം ഇങ്ങനെ ഒരു ജമാഅത്തായി കൊണ്ടും തറാവീഹ് എന്നുള്ള രീതിയിൽ റമളാനിന്റെ രാവുകൾ നമസ്കരിക്കുമ്പോൾ സാധാരണഗതിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കാനൊക്കെ മടിയുള്ള ആളുകളും ഖുർആൻ പാരായണമൊക്കെ ചെയ്യാൻ വേണ്ടത്ര മനപ്പാടമില്ലാത്ത ആളുകൾക്കുമൊക്കെ ഒരു സൗകര്യമായിരിക്കും. ആ രൂപത്തിലുള്ള ഒരു ജമാഅത്ത് ഇല്ല എങ്കിൽ പല ആളുകളും ജമാഅത്ത് നമസ്കാരമൊട്ട് തറാവീഹ് നമസ്കാരമോ അല്ലെങ്കിൽ ഖിയാമുൽ ലൈലോ നിർവഹിക്കുകയുമില്ല. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് സഹാബികൾ ഈ രൂപത്തിൽ നമസ്കരിക്കുകയും അങ്ങനെയുള്ള ഒരു സമ്പ്രദായം പിന്നീട് തുടർന്നു വരികയും ചെയ്തത്. അപ്പോൾ അത് ഇന്നുവരെ നിലനിന്നുകൊണ്ടേയിരിക്കുന്നു. പല രൂപത്തിലും ആളുകൾ തറാവീഹ് നമസ്കാരങ്ങൾ നിർവഹിക്കുന്നു. അപ്പൊ അത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടം മുതൽ തന്നെ സ്വീകരിച്ചു വന്ന ഒരു നടപടിക്രമമാണ്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ സാധാരണ അങ്ങനെ നമസ്കരിക്കാറുണ്ടായിരുന്നില്ല എങ്കിലും 2-3 ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിൽ ഒറ്റയ്ക്ക് നിസ്കരിക്കുമ്പോൾ സഹാബത്ത് വന്നുകൊണ്ട് പിന്തുടർന്ന്
അങ്ങനെ ഒരു ജമാഅത്തിന്റെ ഒരു രൂപമൊക്കെ ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് ജമാഅത്താകുന്നതിന് കുഴപ്പമില്ല എന്നും അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃകയിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാലഘട്ടത്തിലൊക്കെ ജമാഅത്ത് വ്യവസ്ഥാപിതമായിട്ടൊക്കെ നടക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ആളുകൾക്ക് ഖുർആൻ അറിഞ്ഞുകൂടാ, സ്വന്തമായി ദീർഘമായി ഖുർആൻ പാരായണം ചെയ്തുകൊണ്ട് നമസ്കരിക്കാൻ അവർക്ക് സാധിക്കുകയില്ല. അതുപോലെ തന്നെ ഈ പള്ളിയിൽ വെച്ചുള്ള ജമാഅത്തായിട്ടുള്ള തറാവീഹ് നമസ്കാരങ്ങൾ ഇല്ല എങ്കിൽ പിന്നെ ആ നിസ്കാരം വീട്ടിലേക്കോട്ട് നടക്കൂല്ല, അതുമില്ല ഇതുമില്ല എന്നുള്ള രൂപത്തിലായി പോകും. അപ്പോൾ അതുകൊണ്ട് പള്ളികളിൽ വ്യവസ്ഥാപിതമായ ജമാഅത്ത് നമസ്കാരങ്ങൾ നടക്കുന്നത് നല്ല കാര്യമാണ്. ഇമാമിനെ തുടർന്നുകൊണ്ട് ആ രൂപത്തിൽ നമസ്കരിക്കുക എന്നുള്ളത് സഹാബത്തിന്റെ കാലം മുതൽ തന്നെ നടന്നു വന്ന ഒരു കാര്യവുമാണ്. പല കാലഘട്ടങ്ങളിലും പല രീതിയിൽ നമ്മളുടെ ഇമാമിങ്ങളെ പള്ളികളിൽ വെച്ചൊക്കെ നമസ്കരിച്ചിട്ടുണ്ട്. 13 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്, 11 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്, 23 റക്അത്ത് നമസ്കരിച്ചിട്ടുണ്ട്. അതിലേറെ മാലിക്കി മദ്ഹബുകാരായ ആളുകൾ അതിനേക്കാളും കൂടുതൽ 40-ലേറെ റക്അത്തുകളൊക്കെ നമസ്കരിച്ചതായി ഹദീസുകളിൽ കാണാൻ സാധിക്കും. വ്യത്യസ്തമായ രീതിയിൽ നമസ്കരിക്കാൻ വേണ്ടി കൽപ്പിച്ചിട്ടുണ്ട്. നമസ്കരിക്കുന്നതിന് മാതൃകയുണ്ട്. അപ്പോൾ അതിന് സൗകര്യപ്പെടുന്ന രൂപത്തിൽ ആ രാത്രി നമസ്കാരം നിർവഹിക്കുക എന്നുള്ളതാണ് പുണ്യകരമായിട്ടുള്ളത്. അതിൽ നിർണിതമായി ഇത്ര റക്അത്തേ നിങ്ങൾ നിർവഹിക്കാവൂ എന്ന രൂപത്തിൽ അത് നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. സ്വലാത്തുൽ ലൈലി മസ്ന മസ്ന, രാത്രി നമസ്കാരം എന്ന് പറഞ്ഞാൽ ഈ രണ്ടായിക്കൊണ്ട് നിസ്കരിച്ചോളൂ. അതുകൊണ്ട് ഫൈദാ ഖശീത സുബ്ഹ ഫർക ബിറകഅ തൂതിറു ലക മാ ഖദ് സല്ലൈത്, ആ നമസ്കാരം അത് അവസാനം സുബഹയാകാൻ പോകുന്നു എന്നുള്ള ആശങ്ക തോന്നിയാൽ ഒറ്റ റക്അത്ത് നിസ്കരിച്ച് അത് ഒറ്റയാക്കി തീർക്കുക. ഇങ്ങനെയാണ് അതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശം. ഇപ്പൊ നമ്മളിപ്പോ ജമാഅത്തായിക്കൊണ്ട് നിസ്കരിക്കുകയാണ് ഒരു ഇമാമിന്റെ കീഴിൽ. നമ്മൾ ആ ജമാഅത്തായിക്കൊണ്ട് നമസ്കരിക്കുന്ന വ്യക്തി വീണ്ടും നമസ്കരിക്കാൻ ഉദ്ദേശിക്കുകയാണ് എങ്കിൽ അയാൾ വിത്ർ നമസ്കരിക്കാതെ അയാൾക്ക് വീണ്ടും സ്വന്തമായി നമസ്കരിക്കാം. ജമാഅത്തായിക്കൊണ്ട് കുറെ പള്ളിയിൽ വെച്ച് നമസ്കരിച്ചു, നല്ലതാണ്, ഉത്തമമാണ്, പുണ്യകരമാണ്. അതേ അവസരത്തിൽ അയാൾ ഉറങ്ങി എഴുന്നേറ്റുകൊണ്ട് തഹജ്ജുദിന്റെ സമയത്ത് വീണ്ടും തന്നെ നമസ്കരിക്കാൻ, പ്രത്യേകിച്ചും റമളാന്റെ രാവുകളിൽ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഉത്തമമാണ്. അവസാനത്തെ റക്അത്ത് ഒറ്റയാക്കിക്കൊണ്ട് വിത്ർ അവസാനത്തേക്ക് പിന്തിപ്പിക്കുന്നതാണ് നല്ലത്. കാരണം ഇജഅലു ആഖിറ സ്വലാത്തിക്കും ബില്ലൈലി വിത്ര, രാത്രിയിലെ നിങ്ങളുടെ നമസ്കാരം അത് അവസാനത്തെ റക്അത്ത് ഒറ്റയാക്കുക എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിർദ്ദേശം കാണാം. അപ്പൊ ഇതിലൊക്കെ വിശാലതയുള്ള ഓരോ ആളുകൾക്കും യതനാഫസിൽ മുത്തനാഫിസൂൻ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മത്സരിക്കുന്നവരായ ആളുകൾക്ക് മത്സരിക്കാൻ, കൂടുതൽ കൂടുതൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് കൂടുതൽ അവസരങ്ങൾ തുറന്നുകൊടുത്തിട്ടുള്ള ഒരു സമീപന രീതിയാണ് ഇതിലൊക്കെ ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതേപോലെ തന്നെ ഈ റമളാനിന്റെ അവസാനത്തെ 10 പ്രത്യേകമായി കൊണ്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്ന ഒരു ഇബാദത്താണ് എഴ്തികാഫ് എന്ന് പറയുന്നത്. എഴ്തികാഫിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മുടെ ഇടയിൽ അധികം ആളുകളൊന്നും എഴ്തികാഫ് ചെയ്യാറില്ല. പള്ളിയിൽ സമയങ്ങൾ കഴിച്ചുകൂട്ടി പള്ളിയുടെ പുറത്തു പോകാതെ ഒരു വിശ്വാസിയായ അടിമ അള്ളാഹുവിന്റെ ഭവനത്തിൽ എഴ്തികാഫിന്റെ നിയ്യത്തോടുകൂടി കഴിച്ചുകൂട്ടുന്നതാണ് എഴ്തികാഫ് എന്ന് പറയുന്നത്, ഭജനമിരിക്കുക എന്ന് പറയുന്നത്. ഇമാം സുഹരി പറയുകയുണ്ടായി, അജബല്ലിൽ മുസ്ലിമീൻ, മുസ്ലിമീങ്ങളുടെ കാര്യം വളരെ അത്ഭുതകരമായി തോന്നുന്നു. തറക്കുൽ എഴ്തികാഫ്, എഴ്തികാഫിനെ അവർ ഉപേക്ഷിച്ചിരിക്കുന്നു. അന്നൻ നബിയ മാ തറക്കഹു മുൻദു ഖദിമൽ മദീന ഹത്താ ഖബലഹുല്ലാഹ്, മദീനയിൽ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കുന്നത് വരെ ഒരു കൊല്ലവും എഴ്തികാഫ് ഇരിക്കാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതം മുന്നോട്ട് പോയിട്ടില്ല. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ വന്നത് മുതൽ മരിക്കുന്നത് വരെ എഴ്തികാഫ് തുടർച്ചയായി നിർവഹിച്ചിട്ടുണ്ട്. പക്ഷേ മുസ്ലിമീങ്ങൾ ഈ കാര്യം ഉപേക്ഷിച്ചിരിക്കുന്നു എന്ന് ഇമാം സുഹരി അത്ഭുതത്തോടുകൂടി പറയുന്നു. തിരുമേനിയുടെ ചര്യയെ സംബന്ധിച്ചിടത്തോളം ബുഖാരി മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, അന്ന നബിയ കാന യഅ്തകിഫു അൽ അശറൽ അവാഖിറ മിൻ റമളാൻ ഹത്താ തവഫാഹുല്ലാഹ്, റമളാനിലെ അവസാനത്തെ 10 ദിവസങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എഴ്തികാഫ് ഇരിക്കുമായിരുന്നു, നബി വഫാത്താകുന്നത് വരെ. ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, പിന്നീട് നബിയുടെ വിയോഗത്തിന് ശേഷം മരണത്തിന് ശേഷം നബിയുടെ ഭാര്യമാർ എഴ്തികാഫ് ഇരിക്കുമായിരുന്നു മദീനത്തെ പള്ളിയിൽ. അപ്പോൾ ആണും പെണ്ണും ഒക്കെ അനുഷ്ഠിക്കേണ്ടുന്ന വളരെ പുണ്യകരമായ ഒരു ഇബാദത്താണ് എഴ്തികാഫ് എന്ന് പറയുന്നത്. അനാവശ്യമായി പള്ളിയിൽ നിന്ന് പുറത്തു പോകാതെ പള്ളിയിൽ ദിക്റുകളും ദുആകളും ഖുർആൻ പാരായണവും അതുപോലെ തന്നെ നമസ്കാരവും ആയിക്കൊണ്ടുള്ള
ഒരു ജീവിതമാണല്ലോ എഴുത്തിക്കാഫ് എന്ന് പറയുന്നത്. ഇത് വളരെ പുണ്യകരമായ ഒരു കാര്യമാണ്. ഇത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആവശ്യമായി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആലയുമായിട്ട് ഒരു മനുഷ്യന്റെ അവന്റെ സ്വന്തമായിട്ടുള്ള ഒരു ബന്ധം കൂടുതൽ ശക്തമാക്കിയെടുക്കാൻ ഈ ആരാധനാകർമ്മം കൂടുതൽ ഉപകാരപ്പെടും. ഇസ്ലാമിൽ സന്യാസമില്ല, അതുപോലെ തന്നെ തപസ്സിരിക്കുന്ന രീതിയില്ല. ഇങ്ങനെ കാട്ടിലും മലയിലുമൊക്കെ പോയിട്ട് ഇങ്ങനെ വർഷങ്ങളോളം തപസ്സിരുന്ന് ദൈവത്തിന്റെ സാമീപ്യവും പുണ്യവും നേടുക എന്നുള്ളത് ആ റഹ്ബാനിയത്ത് ആദ്യ ഇസ്ലാമിലില്ല. ലാ റഹ്ബാനിയത്ത ഫിൽ ഇസ്ലാം. അതേ അവസരത്തിൽ വിശ്വാസികൾക്ക് ഈ രൂപത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സാമീപ്യം ഉണ്ടാവാനും മറ്റ് പ്രദർശനാത്മകമായ ആരാധനാകർമ്മങ്ങളിൽ നിന്ന് മാറി അവനും അവന്റെ റബ്ബുമായി കൊണ്ട് മാത്രം ഒരു ഒഴിഞ്ഞു നിന്നുകൊണ്ട് ചില കർമ്മങ്ങൾ അനുഷ്ഠിക്കാനും ഇസ്ലാമിൽ പ്രേരണയുണ്ട്, പ്രോത്സാഹനമുണ്ട്. നമ്മുടെ സുന്നത്തുകളൊക്കെ വളരെ ഒരളവോളം ഈ കാര്യത്തിനാണ് സഹായകമാകുന്നത്. അപ്പോൾ അതാണ് പല കാര്യങ്ങളും നിങ്ങൾ രഹസ്യമായി ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയെ ലക്ഷ്യം വെച്ചുകൊണ്ട് നിങ്ങൾ കൊടുക്കുന്ന സക്കാത്ത് അത് പരസ്യമായ എല്ലാവരും കൊടുക്കേണ്ട ബാധ്യതയാണ്. അതിനു പുറമെ നിങ്ങൾ കൊടുക്കുന്ന ദാനധർമ്മങ്ങൾ രഹസ്യമാക്കി കൊടുക്കുക. അതുപോലെ തന്നെ നിങ്ങളെ കുറെ നമസ്കാരങ്ങൾ എല്ലാവരും അനുഷ്ഠിക്കുന്ന റവാത്തീബ് നമസ്കാരങ്ങളും അതുപോലെയുള്ള സുന്നത്ത് നമസ്കാരങ്ങളുമൊക്കെ അത് ഒരു പ്രത്യേകത ഒന്നും തന്നെയില്ല. പക്ഷേ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അയാൾ രാത്രി തഹജ്ജുദ് പോലെയുള്ള നമസ്കാരം, അതുപോലെ തന്നെ എല്ലാ ആളുകളും ഉറങ്ങുന്ന സന്ദർഭത്തിൽ എഴുന്നേറ്റുന്നുകൊണ്ട് ഖുർആൻ പാരായണവും ദിക്റുല്ലയിലും അയാൾ ചെലവഴിക്കുന്ന നിമിഷങ്ങൾ, ഇതൊക്കെ അയാളുടെ സ്വകാര്യതയാണ്. ഇത് അള്ളാഹുവും അയാളുമായിട്ട് മാത്രം അറിയേണ്ടുന്ന കാര്യങ്ങളാണ്. അത്തരം കാര്യങ്ങളിലൊക്കെ കൂടുതൽ ജാഗ്രത പുലർത്താനുള്ള സന്ദർഭങ്ങൾ വിശ്വാസികൾക്ക് ഉണ്ടാവണം. അതിനെ പരിശുദ്ധ ദീനുൽ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഈ രൂപത്തിൽ കൂടുതൽ കൂടുതൽ അമലുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കാൻ ദിക്റുള്ള കൊണ്ട്, അതുപോലെ ദുആ കൊണ്ട്, അതുപോലെ തന്നെ ദാനധർമ്മങ്ങൾ കൊണ്ട്, അതുപോലെ സുന്നത്തായ നമസ്കാരങ്ങൾ കൊണ്ട്, അതുപോലെ എഴുത്തിക്കാഫുകൾ കൊണ്ട്, ഇങ്ങനെയുള്ള വളരെ പ്രധാനമായി ഈ സമയത്ത് നമ്മൾ നിർവഹിക്കേണ്ട ആരാധനാ കർമ്മങ്ങൾ കൂടുതൽ കൂടുതൽ നിർവഹിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ പുണ്യവും അവന്റെ സാമീപ്യവും നേടിയെടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ തൃപ്തി നേടുന്ന, അവന്റെ സ്വർഗത്തിന് അർഹരായിത്തീരുന്ന വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.